കേരളത്തിലുള്ള ആളുകൾക്ക് കുറച്ചു കാലം മുന്നേ വലിയ ഫിമിലർ അല്ലാത്തൊരു രാജ്യമായിരുന്നു അസർബൈജാൻ. മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഒരുപാട് ആളുകൾ ടൂർ പോകാൻ തുടങ്ങിയതോടെ ഇപ്പൊ അസർബൈജാൻ കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ ആളുകൾക്കും അറിയാം. മിഡിൽ ഈസ്റ്റ് റെസിഡൻസിയുള്ള ആളുകൾക്ക് അസർബൈജാനിലെ വിസ ഓണറേബിൾ ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അസർബൈജാനെ കുറിച്ചിട്ടും അസർബൈജാനിലുള്ള ആളുകളെ കുറിച്ചിട്ടും ഇവിടെയുള്ള കൾച്ചറിനെ കുറിച്ചിട്ടും അതുപോലെ ഇവിടെയുള്ള സിറ്റിനെ കുറിച്ചിട്ടും എഡ്യൂക്കേഷനെ കുറിച്ചിട്ടും എല്ലാം മിഡിൽ ഈസ്റ്റിലെ ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട്. അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഒരുപാട് പേരൻസ് ആണ് അവരുടെ കുട്ടികളെ അസർബൈജാനിലേക്ക് മെഡിസിൻ പഠിക്കാൻ വേണ്ടിയിട്ട് അയക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അസർബൈജാനിൽ പോയിട്ട് അസർബൈജാനിലെ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് മനസ്സിലാക്കാം എന്നുള്ള രീതിയിലാണ് ഇറങ്ങിയത്. ഇന്ന് നമ്മുടെ എക്സ്പ്ലോറിംഗ് അസർബൈജാൻ മെഡിക്കൽ യൂണിയുടെ 1ാമത്തെ ദിവസം. ഞാൻ ജോർജിയയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി നേരെ അസർബൈജാനിലേക്ക് വിട്ടു. അസർബൈജാന്റെ ക്യാപിറ്റൽ ബാക്കു ആണ്. ഈ ബാക്കുവിൽ തന്നെയാണ് അസർബൈജാനിലുള്ള ഇന്റർനാഷണൽ സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരേയൊരു യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള അസർബൈജാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഉള്ളത്. അസർബൈജാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഇവിടെയുള്ള ഇന്റർനാഷണൽ സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരേയൊരു യൂണിവേഴ്സിറ്റി ആണ് എന്നുള്ള മാത്രമല്ല, അത് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി കൂടെയാണ്. ഞാൻ അസർബൈജാനിലുള്ള ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങിയ സമയത്ത് അവിടുന്ന് ഓൾമോസ്റ്റ് ഒരു 1/2 മണിക്കൂറോളം പോകാനുണ്ട് ബാക്കു സിറ്റിയിലേക്ക്. ഞാൻ അങ്ങനെ എയർപോർട്ടിൽ ഇറങ്ങി അവിടുന്ന് ബോൾട്ട് ബോൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഈ ഓലയും ഊബറൊക്കെ ഉണ്ടല്ലോ. ജോർജിയയിൽ നമ്മൾ കണ്ടത് യാൻഡക്സ് ആയിരുന്നു. അതുപോലെ തന്നെ ഉള്ള ഒരു ആപ്പാണ് ബോൾട്ട്. അപ്പോൾ അസർബൈജാനിൽ ഭൂരിഭാഗവും ബോൾട്ടാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഞാൻ ബാക്കുവിൽ ബുക്ക് ചെയ്തേക്കുന്ന ഹോട്ടലിലേക്ക് ടാക്സി ഇട്ടു. എനിക്ക് അസർബൈജാനിൽ ഇറങ്ങിയ സമയത്ത് ഫീൽ ചെയ്തിട്ടുള്ളത് ജോർജിയയെക്കാളും കുറച്ചുകൂടി ഒരു ലൈറ്റ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ് ഇവിടെ. അതായത് ജോർജിയയുടെ അത്രയും തണുപ്പൊന്നുമില്ല. പിന്നെ അവിടുത്തെ റോഡിലൂടെ പോകുന്ന സമയത്ത് ചുറ്റുമുള്ള ബിൽഡിംഗ് ഒക്കെ കാണുന്ന സമയത്ത് ശരിക്കും ഒരു മോഡേൺ ഡിസൈനിലുള്ള ബിൽഡിങ്ങുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ കാണുന്ന പോലുള്ള തിരിഞ്ഞും വളഞ്ഞൊക്കെ ഉള്ള ഒരു ആർക്കിടെക്ചറൽ ഭംഗിയുള്ള ബിൽഡിങ്ങുകളായിരുന്നു. കുറച്ചുകൂടെ സിറ്റിയിൽ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് പഴയ കാലത്തുള്ള ബിൽഡിംഗ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തതുപോലെയും കാണാം. അസർബൈജാനിൽ ഇവർ ഉപയോഗിക്കുന്ന കറൻസി മനാത്താണ്. ഒരു മനാത്ത് ഇന്ത്യൻ റുപ്പീസിൽ ഓൾമോസ്റ്റ് 50 രൂപയുടെ അടുത്ത് വരും. ഞാൻ അങ്ങനെ ബാക്കുവിൽ ബുക്ക് ചെയ്ത ഹോട്ടലിലെത്തി. അസർബൈജാനിൽ എനിക്ക് റൂം ബുക്ക് ചെയ്യാൻ 30 മനാത്താണ് ഒരു ദിവസത്തേക്ക് ചെലവ് വന്നിട്ടുള്ളത്. അതായത് 30 മനാത്ത് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റുപ്പീസിൽ ഓൾമോസ്റ്റ് 1500 രൂപയുടെ അടുത്ത്. ഞാൻ ജോർജിയയിൽ നല്ല റൂം ബുക്ക് ചെയ്യാൻ ഓൾമോസ്റ്റ് 2000 to 2500 രൂപയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് അസർബൈജാനിൽ വളരെ ചീപ്പാണ്. കാരണം 1500 രൂപക്ക് അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് ഉള്ള റൂമാണ് അസർബൈജാൻ എനിക്ക് കിട്ടിയത്. ഞാൻ അങ്ങനെ റൂമിൽ കയറി ഒന്ന് കുളിച്ച് റെഡിയായി അപ്പം തന്നെ അസർബൈജാൻ സിറ്റി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഹോട്ടലിന്റെ തൊട്ടടുത്തുള്ള ഒരു പാർക്കിലേക്കാണ് പോയത്. ആ പാർക്കിൽ കുറച്ച് ആളുകൾ പകിട കളിക്കുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ നാട്ടിലെ പകിടയോ അല്ലെങ്കിൽ ലുഡോ ഒന്നും പോലുള്ള കളിയല്ല. ഇത് എൻ്റർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളിയാണ്. നമ്മൾ സാധാരണ കളിച്ച് ശീലമില്ലാത്തൊരു കളിയാണ്. അങ്ങനെ അതൊക്കെ കണ്ട് ഞാൻ നടക്കുമ്പോഴേക്കും അസർബൈജാൻ മെഡിക്കൽ യൂണിയിൽ പഠിക്കുന്ന നമ്മുടെ സ്റ്റുഡന്റ് ആയിട്ടുള്ള ആഷിഖ് വന്നിട്ടുണ്ടായിരുന്നു. ആഷിഖ് അസർബൈജാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ 2nd ഇയറിൽ പഠിക്കുന്ന സ്റ്റുഡന്റ് ആണ്. അങ്ങനെ ഞങ്ങൾ നിസാമി സ്ട്രീറ്റിലേക്ക് പോകാന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ നിസാമി സ്ക്വയറിലെത്തി. നിസാമി സ്ക്വയറിലേക്ക് വന്നേക്കാണ്. അപ്പോൾ ഞാൻ കാണിച്ചുതരാം. ബാക്കുവിൽ മെയിനായിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ് ഈ നിസാമി സ്ക്വയർ എന്ന് പറയുന്നത്. അസർബൈജാനിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്ട്രീറ്റ് ആണ് നിസാമി സ്ട്രീറ്റ്. ബാക്കുവിൽ വരികയാണെങ്കിൽ നിർബന്ധമായിട്ട് കാണണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെയുള്ള കുട്ടികളെല്ലാവരും വരുന്ന ഒരു പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷൻ ആണ് ഈ നിസാമി സ്ക്വയർ. ഞാൻ കാണിച്ചു തരാം മൊത്തമായിട്ട്. കുട്ടികൾക്ക് ഒഴിവ് കിട്ടുന്ന സമയത്തും വെക്കേഷന്റെ സമയത്തൊക്കെ കുട്ടികൾ വരാറുള്ള ഒരു മെയിൻ സ്പോട്ടാണിത്. ഞാനങ്ങനെ നിസാമി സ്ട്രീറ്റിലൂടെ ഒന്ന് നടന്നു നോക്കി. ഉച്ചക്ക് വെയിലുണ്ടെങ്കിലും വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. ആ സ്ട്രീറ്റിലൂടെ നടക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് നിസാമി എന്ന് പറയുന്നത് പഴയ ബിൽഡിങ്ങുകൾ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് ടൂറിസ്റ്റേക്ക് കാണിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ആണ്. അവിടെ ചില ആളുകൾ പ്രാവുകൾക്കൊക്കെ തീറ്റ കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഫുഡ് സ്പോട്ടുകൾ ഉണ്ട് അവിടെ. ഇവിടെ അത്യാവശ്യം വെയിലുണ്ടെങ്കിലും തണുപ്പ് തന്നെയായിരുന്നു. ആളുകൾ ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് നടക്കുന്നത്. അങ്ങനെ ഇതൊക്കെ കണ്ട് നടക്കുന്ന സമയത്താണ് നിസാമി സ്ട്രീറ്റിൽ നൗറൂസ് എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ കാണുന്നത്. നൗറൂസ് അസർബൈജാനികളുടെ ഒരു പ്രധാനപ്പെട്ട ഫെസ്റ്റിവലാണ്. അവർക്ക് ന്യൂ ഇയറിനേക്കാളും മറ്റെന്ത് ഫെസ്റ്റിവലിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഈ നൗറൂസ് ആണ്. ഞാൻ അങ്ങനെ ആ ഒരു ഇവന്റ് നടക്കുന്ന ഏരിയന്റെ ഉള്ളിലേക്ക് കയറി. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു കംപ്ലീറ്റ് ഫുഡ് സ്ട്രീറ്റ് പോലെയാണ്. ചുറ്റും അതായത് പഞ്ഞിമുട്ടായിന്റെ കടയും അതുപോലെ തന്നെ ബോബ ടീയും പിന്നെ സ്പ്രിംഗ് പൊട്ടാറ്റോവും ഹോട്ട് ചോക്ലേറ്റ് പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് കുഞ്ഞു കുഞ്ഞു കടകളായിരുന്നെങ്കിലും എല്ലാ കടകൾക്കും ഒരു യുണീക്ക് ഡിസൈൻ ഉണ്ടായിരുന്നു. ഈ നൗറൂസ് ഫെസ്റ്റിവൽ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പോലും ഒരാഴ്ചത്തെ ലീവ് ഉണ്ട്. അങ്ങനെ അതും കണ്ട് നിസാമി സ്ട്രീറ്റിന്റെ പുറത്തിറങ്ങുന്ന സമയത്ത് സൈഡിൽ ചെറിയൊരു പാർക്ക് ഉണ്ടായിരുന്നു, ഒരു ഗ്രീൻ പാർക്ക്. ശരിക്കും അസർബൈജാനിലുള്ള ആളുകളെ പരിചയപ്പെട്ട സമയത്തും അവരോട് സംസാരിക്കുന്ന സമയത്തും എനിക്ക് തോന്നിയിട്ടുള്ളത് ജോർജിയയിലുള്ള ആളുകളെക്കാളും കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആണ്, കുറച്ചുകൂടെ വെൽക്കമിങ് ആണ് അസർബൈജാനിലുള്ള ആളുകൾ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 28th മെയിൻ മാൾ എന്ന് പറഞ്ഞുള്ള മാളുണ്ട്. അവിടെ പോയേക്കണം. മാളിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് ക്യാമറ ഈ പബ്ലിക്കിൽ പിടിച്ച് നടക്കുന്ന പോലെ നടക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ മാളിലാണുള്ളത്. അപ്പോൾ മാളിൽ ഒരു ഫുഡ് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോൾ എന്ന് പറഞ്ഞുള്ള ഒരു ഫുഡ് സ്പോട്ട് ഉണ്ട്.
അപ്പം ഈ മാളിൽ നോർമൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന മാൾ പോലെ തന്നെയാണ്, വേറെ വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു മാൾ അങ്ങനെ ഫ്രഷ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ബ്രാവോ മാർക്കറ്റ്, അതായത് നോർമലുള്ള ബ്രാവോ മാർക്കറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെയുള്ള മെയിൻ മാർക്കറ്റാണ്, ഏറ്റവും വലിയ മാർക്കറ്റാണത്, ഒരുപാട് ബ്രാഞ്ചുകളുള്ള മാർക്കറ്റാണ്. മാളിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ്. ഇവിടെ കോസ്മെറ്റിക്സും കാര്യങ്ങളൊക്കെയാണ് കൂടുതലുണ്ടല്ലേ. ഉസ്ബെക്ക് പോലെ തന്നെ ഇവരും വല്ലാത്ത രീതിയിൽ കോസ്മെറ്റിക്സ് യൂസ് ചെയ്യാറുണ്ട്. മൊത്തം മാള് കണ്ടിറങ്ങി അങ്ങനെ അതും കണ്ട് ഞാൻ ബാക്കുവിൻ്റെ സെൻറ്ററിൽ തന്നെ ഒരു സൂ പാർക്ക് ഉണ്ട്. ആ സൂ പാർക്ക് കാണാന്നുള്ള രീതിയിൽ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ സൂം പാർക്ക് കൂട്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടത്തേക്ക് വന്നാണ്. അപ്പോൾ നോക്കട്ടെ, ഇവിടെ നമ്മുടെ കുട്ടികളുണ്ട്, ഓരോ മീറ്റിയത്തിൽ നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇതൊന്ന് കാണിച്ചു തരാം ഞാൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കും. ഈ സൂ ഉള്ളത് ശരിക്കും ഒരു ലേക്ക് പാർക്ക് എന്ന് പറഞ്ഞ ഒരു പാർക്കിന്റെ തൊട്ടടുത്താണ്. അതായത് ഒരു തടാകവും അതിന്റെ ചുറ്റും നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ലേക്ക് പാർക്ക് എന്ന് പറയുന്നത്. ഞാൻ അവിടെ ടാക്സി ചെന്ന് ഇറങ്ങിയ സമയത്ത് ആ പാർക്കിന്റെ ചുറ്റും നടക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഞാനങ്ങനെ ആ ലേക്ക് പാർക്കിന്റെ സൈഡിലൂടെ നടന്നിട്ട് സൂവിലേക്ക് കയറി. സൂവിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ ലെഫ്റ്റ് സൈഡിലുള്ള അക്വേറിയാണ് നമ്മൾ കാണുന്നത്. ഞാൻ അവിടുന്ന് സൂ പാർക്കിലേക്ക് വന്ന്, സൂ പാർക്കിൽ അവിടുന്ന് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ടിക്കറ്റ് എടുക്കാം എൻട്രിയിൽ തന്നെ. അപ്പോൾ 15 മനാത്താണ് ഒരു ടിക്കറ്റിന്റെ റേറ്റ്. അപ്പോൾ ഞാൻ സൂ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ അവിടെ ഒരു അക്വേറിയം ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. എല്ലാം ഞാൻ കാണിച്ചു തരാം സൂ പാർക്കിൽ. അപ്പോൾ കുട്ടികളിവിടെ എത്തിയിട്ടുണ്ട്, അവരെയും കൂട്ടിയിട്ട് ഓരോന്നോരോന്നായിട്ട് കാണാം നമുക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത്. എന്നാൽ പിന്നെ ഞാൻ ആദ്യം തന്നെ അക്വേറിയം കാണാമെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് കയറി. അക്വേറിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയ സമയത്ത് ഒരു നിഗൂഢമായ സ്ഥലത്ത് കയറിയ പോലെയാണ് എനിക്ക് തോന്നിയത്. ആദ്യത്തെ ഭാഗത്ത് മീനുകളൊക്കെ തന്നെയാണ് ഉള്ളത്. ഞാൻ ആ അക്വേറിയത്തിൽ മീനുകൾ മാത്രമാണെന്നാണ് വിചാരിച്ചത്. ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് ആ സൈഡിൽ ഒരു മുതല കിടക്കണ കണ്ടത്. ആ മുതല ശരിക്കും അനങ്ങുന്നുണ്ടായില്ല, ഒരു പ്ലാസ്റ്റിക് പോലെയായിരുന്നു അവിടെ കിടന്നുകൊണ്ടിരുന്നത്. ശരിക്കും സൂക്ഷിച്ച് നോക്കിയില്ല, നമ്മൾ കാണുന്നില്ല. അതിന്റെ മുതലയോ എടാ, ഇത് ഒറിജിനൽ തന്നെ. അപ്പം മനുഷ്യന്മാർക്ക് കാണാൻ വേണ്ടിയിട്ട് കൂട്ടിലിട്ട് വെച്ചു. ഇനിയൊന്നും വേറൊരു സ്ഥലത്ത് പോകാനില്ല കേട്ടോ. ആമകള് ഇവിടെ നോക്കടാ, എന്താണ് ആഘോഷിക്കുകയാണ് നീന്തിയിട്ട്. കരയിലും കുറച്ചെണ്ണുണ്ട്, കുറച്ച് സ്ഥലമുള്ളൂ പോകാൻ, ഒന്നും ചെയ്യാനില്ല. ഇങ്ങനെ വെറുതെ മുകളിലേക്ക് നോക്കിക്കാണാം, ഡോറപ്പം തുറക്കുന്നു വിചാരിച്ചിട്ട്. അവിടെ നമുക്ക് നമ്മുടെ തലയുടെ ചുറ്റും ഒരു 3D പോലെ അക്വേറിയം കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ആളുകളൊക്കെ അതിൽ കയറി നോക്കുന്നുണ്ടായിരുന്നു. പുറത്ത് നോക്കിയാലും കാണാൻ പറ്റും, എന്നാലും ഒരു കൗതുകത്തിന്. എട്ടുകാലി എവിടെ? അതിൻ്റെ ഉള്ളിലുണ്ട് കണ്ടാ. ഇതുപോലത്തെ ഒരു സാഹചര്യത്തിലാണ് പുറത്ത് വന്നിട്ട് സ്പൈഡർമാനെ കടിച്ചത്. ഇതുപോലെ സൂല് എന്തോ സിനിമയിലുള്ളത്. ഞങ്ങൾ അങ്ങനെ അക്വേറിയം മുഴുവൻ കണ്ട് അക്വേറിയത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവിടെ ഞങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ടേക്ക് നടന്നപ്പോൾ സൈഡിൽ മുഴുവൻ പക്ഷികളുണ്ടായിരുന്നു. കൊല്ലുവോ? ഞാനെന്താ ഇവരുടെ വീഡിയോഗ്രാഫർ അല്ലേ? ഞങ്ങളുടെ ഒഫീഷ്യൽ വീഡിയോഗ്രാഫർ. അതെ, വേറെ വീഡിയോ ഒക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ചെയ്യുന്നത്, മാർക്കറ്റ് ചെയ്യുന്നത്. ഒരു ചായക്കാശിനുള്ള വീഡിയോഗ്രാഫർ. അതെ, എന്ത് കിട്ടും ഒരു വീഡിയോ എടുത്താല്? ഒരു ചായ കിട്ടും, ചിലപ്പോ ഒരു സ്നിക്കേഴ്സിന്റെ ഒരു കഷ്ണം കിട്ടും. അതുപോലെ തന്നെ കുരങ്ങന്മാർക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു കേജ് അവിടെ ഉണ്ടായിരുന്നു. ഒരാളുള്ളൂ. പിന്നെ ഒരു ഭാഗം മുഴുവൻ ഒട്ടകമായിരുന്നു. ശരിക്കും ഒട്ടകങ്ങളെ നോക്കുന്ന സമയത്ത് ആരെയോ കാത്തിരിക്കുന്ന പോലെ ഉണ്ട്. പരുന്ത് പുറത്തുള്ള പക്ഷികൾ കൊതിപ്പിക്കണം ഇപ്പൊ കഴുകനെ കണ്ടാ. അവിടെ പോയിരുന്നിട്ട് വാടാ തൊടടാ. ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയസ്സിന്റെ ഇടയ്ക്ക് ഇവിടെയുള്ള പല മൃഗങ്ങളെയും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങളങ്ങനെ നടക്കുന്ന സമയത്ത് കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു ഇവിടെയുള്ള മലയാളികളും കുട്ടികളെല്ലാം കൂടെ ഇവിടെ പല സിനിമകളും റിലീസ് ചെയ്യാറുണ്ടെന്നുള്ളത്. അതായത് സെലാറും ബ്രഹ്മയുഗം ഒക്കെ ഈ അടുത്ത് ഇവിടെ റിലീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ അടുത്തൊരു ഭാഗത്ത് മുഴുവൻ മാനുകളായിരുന്നു. പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോയ സമയത്ത് അവിടെ ഒരു കേജിൽ കടുവ ഉണ്ടായിരുന്നു. ഈ കടുവ എന്തിനാന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. അതാണ് കേട്ടോ പുലി അല്ലേ? അത് പുലിയാണ് കടുവയാണ്. അപ്പൊ കടുവ എന്താ? ദൂരെ കാണുന്നതാണ് പുലി. ഓക്കെ, ഇത് പുലി. അപ്പൊ പുലി എന്താ? ഈ കടുവയുടെ തൊട്ടടുത്ത കേജിൽ തന്നെയാണ് കുറുക്കൻ ഉണ്ടായിരുന്നത്. എന്താണെന്നറിയില്ല, എപ്പോഴും കടുവയും കുറുക്കനും ഓൾമോസ്റ്റ് കണക്റ്റഡ് ആയ പോലെയാണ്. പണ്ട് നമ്മൾ ബാലരമയിൽ സൂത്രനും ശേരുവും വായിച്ചില്ല, അതേപോലെ. സൂത്രൻ എന്താ നിൽക്കണേ? ഇപ്പുറം ശേരു, അതേ ശേരു. അങ്ങനെ ആ പാർക്കിന്റെ നടുവിൽ ഒരു ടവർ ഉണ്ടായിരുന്നു. ഈ ടവറിന്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഈ പാർക്കിന്റെ മൊത്തമായിട്ടുള്ള ഒരു വ്യൂ കിട്ടും. അങ്ങനെ അത് കാണാൻ വേണ്ടി ഞങ്ങൾ അതിന്റെ മുകളിൽ കയറി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നടക്കുന്ന സമയത്ത് പല പല കേജിലായിട്ട് സിംഹവും സീബ്രയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു ഭാഗത്തെത്തിയ സമയത്ത് നീർനായും കാട്ടുപൂച്ചയും മരപ്പട്ടിയും കാട്ടുപോത്തും മുള്ളംപന്നിയും കങ്കാരും തുടങ്ങിയ നമ്മുടെ നാട്ടിലുള്ള കീരി വരെയുണ്ട്. കീരിയൊക്കെ കൂട്ടിലിട്ട് കാണട്ടെ. അപ്പോൾ ഇത്രയാണ് നമുക്കിവിടെ സൂല് കാണാനുള്ളത്. കുറേ മൃഗങ്ങളും പിന്നെ പക്ഷികളും മീനുകളും ഒക്കെയാണ്. അപ്പോൾ മെഡിസിൻ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു പ്രാവശ്യം വന്ന് കാണല്ലേടാ? ഒരു പ്രാവശ്യം വന്ന് കാണാനുള്ള, ജസ്റ്റ് ഒന്ന് വന്ന് പോകാൻ പറ്റുന്ന ഒരു ടൂറിസ്റ്റുകളൊക്കെ ആണെങ്കിൽ ഒരു പ്രാവശ്യം വന്ന് മൃഗങ്ങളൊക്കെ കണ്ടുപോകാം. അതുപോലത്തെ ഒരു സാധനം. റിപ്പീറ്റഡ് ഒരു വാല്യൂ ഒന്നും ഇല്ല. നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അടുത്ത് തന്നെയാണ്.
അപ്പോൾ രണ്ട് മനാത്തേ ഉള്ളൂ. അപ്പം ജസ്റ്റ് വന്നിട്ട് പോവാം. അങ്ങനെ സൂ കണ്ടിട്ട് കുട്ടികൾ അവരുടെ ഹോസ്റ്റലിലേക്ക് പോയി. ഞാൻ അവിടുന്ന് ഗബാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹിൽ ഏരിയയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ അസർബൈജാനിൽ ഒരുപാട് ടൂറിസ്റ്റ് കമ്പനികളുണ്ട്. കുറഞ്ഞ പാക്കേജിന് നമുക്ക് അവരുടെ കൂടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റും. ഓൾമോസ്റ്റ് ഇന്ത്യൻ റുപ്പീസിൽ 500 രൂപയ്ക്ക് ഒരു ട്രിപ്പിന് വരുള്ളൂ. ഞാൻ അവിടെയുള്ള കുട്ടികളോട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞിട്ടുള്ളത് ഇതുപോലുള്ള പാക്കേജ് എടുത്തിട്ട് അവർ പല സ്ഥലത്തും ടൂർ പോകാറുണ്ട് എന്നുള്ളതാണ്. ഞാൻ അസർബൈജാനികളുടെ കൂടിയാണ് ഈ ഒരു ഗബാലയിലേക്ക് പോകുന്നത്. ഇതുപോലുള്ള ഒരു 20% വാനിലാണ് ഇവർ പോകുന്നത്. ടൂർ കണ്ടക്ടർ അവരാണ്. അപ്പോൾ ഇവിടെ സാധാരണ ടൂർ കണ്ടക്ട് ചെയ്യാറുള്ള ഒരു ഇക്കോ ടൂർ എന്ന് പറഞ്ഞാൽ അസർബൈജാനിൽ ഒരു ടൂർ കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ. സൺഡേസിലെല്ലാം ടൂറുകൾ ഉണ്ടായിരുന്നു വരെ. അപ്പൊ അങ്ങനെ ഇന്ന് സൺഡേ ആണ്, അതുകൊണ്ട് ഇവരുടെ ടൂറിലേക്ക് ജോയിൻ ചെയ്യാൻ പോകണം. അപ്പൊ ഇന്ന് കുറെ പേരുണ്ട്. എല്ലാവരും മോസ്റ്റ്ലി റഷ്യൻസ് ആൻഡ് അസർബൈജാനീസ് ആണെന്ന് തോന്നുന്നു. നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാവുന്നുള്ളത്. ബാക്കുവിൽ നിന്ന് അത്യാവശ്യം പോകാനുണ്ടായിരുന്ന ഗബാലയിലേക്ക് പോകുന്നത് ശരിക്കും മലകളും തായ്വരകളൊക്കെ ഉള്ള ഒരു ഗ്രാമത്തിലൂടെയാണ്. പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് അവർ നിർത്തി. ഒരു ചാവടിക്കാൻ വേണ്ടി നിർത്തിക്കണം. പക്ഷെ സ്ഥലം അടിപൊളിയാണ്. ഞാനിങ്ങോട്ടേക്ക് വരുന്ന സമയത്തൊക്കെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഇതേ ഒരു ഗ്രീനിഷ് സ്പേസ് ആണ്. എനിക്കൊന്നും മഞ്ഞിന്റെ സമയത്ത് മഞ്ഞ് മൂടുന്നു തോന്നുന്നു. പക്ഷെ ഇവിടെ ഒന്നും അസർബൈജാനിൽ അത്രമാത്രം സ്നോഫോൾ ഉണ്ടാകുന്ന കണ്ടിട്ടില്ല. ഓൾമോസ്റ്റ് ഇതുപോലത്തെ ഗ്രീനറിയാണ്. നമുക്ക് വരാൻ പറ്റിയ ഒരു സീസണാണ്. അടിപൊളിയാണ് കേട്ടോ. ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ടുള്ള ഒരു കാര്യമായിരുന്നു അസർബൈജാനിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസർബൈജാനിൽ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. കാര്യം NMCയുടെ അങ്ങനെ ഒരു ഗൈഡ് ലൈൻ കൂടെ ഉണ്ടല്ലോ. അതായത് നമ്മൾ ഒരു രാജ്യത്ത് പഠിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്ത് ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ ആ ഡിഗ്രി ഇന്ത്യയിൽ വാലിഡ് ആവുള്ളൂ എന്നുള്ളത്. അപ്പോൾ അസർബൈജാനിൽ പഠിച്ചു കഴിഞ്ഞാൽ അസർബൈജാനിൽ ഒരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 100% പോസിബിൾ ആണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് 100% പോസിബിൾ ആണെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അസർബൈജാനിൽ ഓൾറെഡി ഡോക്ടേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന 2 ഇന്ത്യൻസിനെ ഞാൻ ഓൾറെഡി മീറ്റ് ചെയ്തിട്ടുണ്ട്. അവരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോട് കാര്യങ്ങളെല്ലാം ചോദിച്ചതിന് ശേഷമാണ് ഞാൻ ഈ പറയണത്. അസർബൈജാനിൽ പഠിച്ചാൽ അസർബൈജാനിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ MBBS മാത്രം കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അസർബൈജാനിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ MBBS ഡിഗ്രി നിങ്ങൾ ഗ്രാജുവേറ്റ് ചെയ്യുന്നതോടെ നിങ്ങളുടെ ഫൈനൽ ദൗലത്ത് എക്സാം ഇല്ലേ, ദൗലത്ത് എക്സാം കഴിയുന്നതോടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അസർബൈജാനിൽ വർക്ക് ചെയ്യാൻ എലിജിബിൾ ആണ്. അസർബൈജാനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ത്യ പോലെയല്ല. ഇന്ത്യയിൽ നമുക്ക് മെഡിക്കൽ രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പറ്റും. അതേസമയത്ത് അസർബൈജാനിൽ ഓരോ 5 വർഷം കൂടുമ്പോഴും നമ്മുടെ മെഡിക്കൽ ലൈസൻസ് നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കണം. അതാണ് ഇവിടുത്തെ റൂള്. അപ്പോൾ 5 വർഷം കൂടുന്നേരം നമ്മൾ ഇവിടുത്തെ ലൈസൻസിങ് എക്സാം എഴുതിയിട്ട് ലൈസൻസ് പുതുക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇവിടെയുള്ള ഓരോ ഡോക്ടേഴ്സും ഓരോ 5 വർഷത്തിലും എക്സാം എഴുതി പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ സംസാരിച്ച ഡോക്ടർ റൊണാൾഡോ ആയാലും മൂപ്പരും ഓരോ 5 വർഷം കൂടുമ്പോഴും അത് പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. മൂപ്പർ പറഞ്ഞാൽ അതൊരു ഡിഫിക്കൽട്ടിയാണ്. കാര്യം ഇന്ത്യയിൽ ഒരു പ്രാവശ്യം രജിസ്റ്റർ ചെയ്ത് മതിയല്ലോ, ഇവിടെയാകുമ്പം ഇങ്ങനെ രജിസ്റ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നാണ്. അപ്പോൾ അത് ഇവിടുത്തെ ഒരു ഡിഫിക്കൽട്ടിയാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസർബൈജാനിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗ്രാജുവേറ്റ് ചെയ്യുന്നതോടെ നമ്മൾ ഇവിടത്തേക്ക് വർക്ക് ചെയ്യാൻ അടുത്ത 5 വർഷത്തേക്ക് വർക്ക് ചെയ്യാൻ എലിജിബിൾ ആണ്. അതിന് പ്രത്യേകിച്ച് എക്സാം ഒന്നുമില്ല. 5 വർഷം കഴിഞ്ഞിട്ട് നമ്മളെ ലൈസൻസ് റിന്യൂ ചെയ്യാൻ 5 വർഷം കഴിഞ്ഞിട്ട് നമ്മളെ ലൈസൻസ് റിന്യൂ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, എക്സാം എഴുതിയാൽ മതി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു സ്ട്രക്ചർ. പക്ഷെ ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസർബൈജാൻ നമ്മൾ പഠിച്ചിറങ്ങുന്ന ആദ്യത്തെ 5 വർഷം ഉണ്ടല്ലോ, ഫ്രഷർ ആയിട്ട് ഇറങ്ങുന്നത്, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് നിങ്ങളെ ഹയർ ചെയ്യാൻ പറ്റില്ല. അത് ഇവിടുത്തെ ഗവൺമെന്റ് റൂളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗവൺമെന്റിലേക്ക് വർക്ക് ചെയ്യണമെങ്കിൽ അസർബൈജാനി ലാംഗ്വേജ് നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ അസർബൈജാനിൽ പഠിച്ച് ഇവിടെ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ അസർബൈജാനി ലാംഗ്വേജ് പ്രോപ്പറായിട്ട് പഠിച്ചിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യമായിരിക്കും, അങ്ങനെ നമ്മളൊരു ഫ്രഷർ ഡോക്ടറായിട്ട് അസർബൈജാനിൽ വർക്ക് ചെയ്യണമെങ്കിൽ എത്ര സാലറി കിട്ടും എന്നുള്ളത്. അപ്പോൾ അസർബൈജാനിലെ സാലറി വളരെ കുറവാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഡീമെറിറ്റ്. ഇവിടുത്തെ സാലറി എന്ന് പറയുന്നത് ഡോക്ടേഴ്സിന് ഓൾമോസ്റ്റ് 600 to 700 മനാത്താണ്. ഇവിടുത്തെ ഫ്രഷർ ഡോക്ടർ, അതായത് ഫ്രഷ് ആയിട്ട് കയറുന്ന ഡോക്ടേഴ്സിന് കൊടുക്കുന്ന സാലറി 600 to 700 മനാത്താണ്. അതായത് ഇന്ത്യൻ റുപ്പീസിലേക്ക് വരുന്ന സമയത്ത് ഒരു 34,000 ഉള്ളിലൊക്കെ വരുള്ളൂ. അപ്പോൾ അത് വളരെ കുറഞ്ഞ സാലറിയാണ്. അപ്പോൾ ആ ഒരു ഡിസഡ്വാൻറ്റേജ് അസർബൈജാനുണ്ട്. ഈ ഗബാല എന്ന് പറയുന്നത് ബാക്കു സിറ്റിയിൽ നിന്ന് കംപ്ലീറ്റ് ഔട്ടറിലാണ്. അതായത് സിറ്റിയിൽ നിന്ന് ഒരുപാട് ഉള്ളിലേക്ക് പോയൊരു ഗ്രാമം പോലെയാണ്. അങ്ങനെ ഫുഡ് കഴിച്ച് പിന്നെയും പുറപ്പെട്ടതിന് ശേഷം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഏരിയയിൽ എത്തിയപ്പോൾ അവിടെ വണ്ടി സൈഡാക്കി. എൻ്റെ കൂടെ വന്ന ആളുകളൊക്കെ ഇറങ്ങി ഫോട്ടോ എടുക്കണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി ക്യാമറയിൽ തന്നെ ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഫോട്ടോ എടുക്കേണ്ട കാര്യമില്ല. ഇവർ ഓരോരുത്തരും ഓരോ പണിയിട്ടാണ്. കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്, കുറേ ആൾക്കാർ സ്വന്തം ഫോട്ടോ എടുക്കുന്നുണ്ട്, മറ്റുള്ളവരുടെ ഫോട്ടോ എടുക്കുന്നുണ്ട്, അതുപോലെ ഈ തായ്വരുടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. എല്ലാം വണ്ടിയിലേക്ക് കയറട്ടെ. അങ്ങനെ ഞങ്ങൾ ഗബാലയിലെത്തി. ഗബാല എന്ന് പറയുന്നത് ശരിക്കും ഹൈക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പോട്ടാണ്. അപ്പോൾ നമ്മൾ ഹൈക്കിങ്ങിന് ഒരു ചെറിയ മല ഞാൻ കാണിച്ചുതരാം. ചെറിയൊരു മല കയറാൻ വേണ്ടി ആ മൗണ്ടൈൻ്റെ ഏറ്റവും ടോപ്പ് വരെയാണ് ഹൈക്കിങ്. അവരൊക്കെ കയറുന്നുണ്ട്. ഒരു വസ്തു സംസാരിക്കാൻ പറ്റില്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു അക്ഷരം പോലും ഇംഗ്ലീഷ് അറിയില്ല.
എനിക്ക് ആകെ അറിയുന്ന റഷ്യൻ മാത്രമാണ്. അതായത് അത്യാവശ്യം വലിയൊരു മലയാണ്. ഇതിൽ ഒരു കാര്യമില്ലാതെ വെറുതെ മുകളിലേക്ക് കയറിയ കാഴ്ചകൾ കാണാം. എൻ്റെ കൂടെ ഒരുപാട് റഷ്യൻസും അസർബൈജാനികളും ഉണ്ടായിരുന്നു. ഈ മല കയറി തുടങ്ങിയപ്പോഴാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്നുള്ളത്. ആ സിറ്റിയിൽ വല്ല ഫുഡും കഴിച്ച് കാഴ്ചകളും കണ്ട് നടന്നാൽ മതിയായിരുന്നു. ഇതിപ്പോൾ വല്ലാത്ത മെനക്കെടായിപ്പോയി. ഈ ട്രിപ്പിൽ ശരിക്കും ചെറിയ കുട്ടികൾ മുതൽ വയസ്സായ ആളുകൾ വരെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ കൊച്ചുമക്കളെ നോക്കി കുത്തിയിരിക്കേണ്ട സമയത്ത് ഇവിടെയുള്ള ആൾക്കാർ ഹൈക്കിങ്ങിന് വന്നേക്കാണ്. അസർബൈജാനിൽ ശരിക്കും തണുപ്പ് കാലാവസ്ഥയാണ്. പക്ഷെ മല കയറുന്ന സമയത്ത് അതിന്റെ ക്ഷീണവും പിന്നെ ചെറിയ വെയിലൊക്കെ കൊണ്ട് ആകെ ക്ഷീണിച്ചു. മെനക്കെട്ട് കയറി ആ മലന്റെ മുകളിലെത്തിയപ്പം അവിടുന്ന് ചെറിയൊരു ഗ്രാമം നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അത് രാമേനെ കണ്ടപ്പം എല്ലാവരും അങ്ങോട്ടേക്ക് പോവാണ്. ഞാൻ ഇങ്ങനെ അങ്ങോട്ട് കയറട്ടെ, മുകളിലെത്തിയിട്ടേ എന്തെങ്കിലും വെറൈറ്റി സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് കല്ലിങ്ങനെ നടക്കുക തന്നെയാണ്. എന്താണ് ഇങ്ങനെ ഞങ്ങളങ്ങനെ നടന്ന് ആ മൗണ്ടൈൻ്റെ ഏറ്റവും മുകളിലെത്തി. ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മുകളിൽ ഒരു കുഞ്ഞു ഗോപുരം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കായിരുന്നു. ഒരു ഇഷ്ടിക ചൂളയും കുറച്ച് സ്ഥലവും. ഇതിപ്പോൾ മുത്തപ്പമല കയറിയിട്ട് മുകളിലെത്തിയ പോലെ ആയി. ഈ സാധനം കാണാനാണോ ഇത്രയും മുകളിൽ കയറിയെന്നുള്ള ഞാൻ ആലോചിച്ച്. ഹൈക്കിങ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു ജേണിയാണ് ശരിക്കും അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റ്. ഞാൻ അത്രമാത്രം അത് ഇഷ്ടപ്പെടുന്ന ആളല്ല, എന്നാലും ഇതൊന്ന് കണ്ടോക്കാന്നുള്ള രീതിയിൽ വന്നതാണ്. അതും കണ്ട് അവിടുന്ന് കുറച്ച് ഫോട്ടോ എടുത്ത് ഞങ്ങൾ മല ഇറങ്ങാൻ തുടങ്ങി. താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ശരിക്കും അടിവാരത്തിൻ്റെയും തായ്വരൻ്റെ ഒക്കെ ഒരു വ്യൂ കാണുന്നത്. ഇനി മലയിറക്കം. ഇതാണ് ഇപ്പോൾ കപാല ഹൈക്കിംഗ് സ്പോട്ട്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ, വലിയ സുഖമൊന്നുമില്ല. വൺ ടൈം കൊള്ളാം, ഒരു വട്ടം കാണാം എന്ന് പറഞ്ഞാൽ പറയാം. നമ്മൾ മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും ഇവിടെ പഠിപ്പിക്കുന്ന എക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ്. അപ്പോൾ അവർ സൺഡേ ലീവ് ഇട്ടുകൊണ്ട് ഇങ്ങനെ ഹൈക്കിങ്ങിന് വന്നേക്കാണ്. നമ്മൾ ഇതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് ഇപ്പോൾ തിരിച്ച് പോവാണ്. അതായത് മൗണ്ടൈൻ അതിൻ്റെ മുകളിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പം വണ്ടിയിലേക്ക് കയറിയാണ്. അതും കണ്ടിയാൾ മെല്ലെ ഇറങ്ങി ഒരു ഓർഗാനിക് ഫാമിലേക്കാണ് പോയത്. അവിടെ മീനും താറാവൊക്കെ ഉള്ള ഒരു ചെറിയ ഫാം. അതും കണ്ടിയാൾ അതിൻ്റെ അടുക്കുള്ള ഒരു ആർക്കിയോളജിക്കൽ പ്ലേസ് കാണാൻ പോയി. അതൊക്കെ കണ്ടു കഴിയുമ്പോഴേക്കും വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു. ഗബാലയിൽ നിന്ന് 4 മണിക്കൂർ ഓടാനുണ്ട് തിരിച്ച് ബാക്കൂലേക്ക്. ഞാനങ്ങനെ തിരിച്ച് ബാക്കൂലെത്തുമ്പോഴേക്കും ആഷിക്കും അവൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആരും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിസാമി സ്ട്രീറ്റിൽ ഒരു തുർക്കിഷ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. ആദ്യം അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളങ്ങനെ കുറച്ച് തുർക്കിഷ് ഡിഷുകളാണ് ഓർഡർ ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്ര കാലത്തിൻ്റെ ഇടയ്ക്ക് കഴിച്ചിട്ട് തുർക്കിഷ് ഡിഷുകളിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടുന്ന് കഴിച്ചതാണ്. എനിക്ക് തോന്നുന്നത് തുർക്കി തൊട്ടടുത്ത് തന്നെയാണല്ലോ, അതുകൊണ്ട് അവിടെയുള്ള ഷെഫുകൾ നേരിട്ട് വന്നിട്ടാണ് ഇവിടെ കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്ര ടേസ്റ്റ് എന്ന്. അടിപൊളി ഫുഡ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡും അടിച്ചിട്ട് ഒന്നുകൂടെ നിസാമി സ്ട്രീറ്റിലേക്ക് ഇറങ്ങി. നൈറ്റ് ആകുമ്പോഴേക്കും നിസാമി സ്ട്രീറ്റിൽ അത്യാവശ്യം ആളുകളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. രാത്രി ലൈറ്റുകളൊക്കെ വന്നപ്പോൾ നിസാമി കുറച്ചുകൂടെ കാണാൻ അടിപൊളിയായിരുന്നു. ഞങ്ങൾ അങ്ങനെ നോക്കുന്ന സമയത്ത് കുറേ വെറൈറ്റി ഫുഡുകൾ ഉണ്ടായിരുന്നു. വായിലിട്ട പുകയൊക്കെ വരുന്ന ഫുഡുകളൊക്കെ. അതൊക്കെ ട്രൈ ചെയ്യാന്ന് വെച്ചു. സംഭവം നമ്മുടെ ചോളാപ്പൂരി തിന്ന പോലെ ഉണ്ടാകും, പക്ഷെ വായിന്ന് പുക വരുന്നുള്ള മാത്രം. ഞങ്ങളങ്ങനെ ആ നിസാമി സ്ട്രീറ്റ് രാത്രി നടന്ന് കണ്ടതിന് ശേഷം കുട്ടികൾ തിരിച്ച് അവരുടെ ഹോസ്റ്റലിലേക്ക് പോയി. ഞാനിവിടുന്ന് പോവാണ്. എനിക്കൊരു ഫുഡ് ഫെസ്റ്റിവൽ പോലെയാണ് ഇത് പൊതുവെ തോന്നിയിട്ടുള്ളത്. അപ്പം ഞാനിപ്പോൾ ഹോട്ടലിലേക്ക് പോവാണ്. നോക്കട്ടെ. നാളെ നമുക്ക് അസർബൈജാൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി കാണാൻ പോകണം.